ചരിത്രം മറന്നു തുടങ്ങിയ പുതുതലമുറയുടെ മുൻപിൽ വ്യത്യസ്തനാകുകയാണ് അടൂർ മാഞ്ഞാലി സ്വദേശി ഷീലാ സന്തോഷ്. ചരിത്രം തേടിപ്പിടിച്ചു എന്നും കൂടെ നിർത്തുക എന്നതാണ് സന്തോഷിന്റെ പ്രധാന ഹോബി. ഇതറിയണമെന്നുണ്ടെങ്കിൽ അടൂർ മാഞ്ഞാലിയിലുള്ള സന്തോഷിന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഒന്നെത്തി നോക്കിയാൽ മതി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ അവിടെ നിരന്നിരിക്കുന്നതായി കാണാം. ആദ്യകാല ഓട്ടുപകരണങ്ങൾ മുതൽ ബ്രിട്ടീഷ് പട്ടാളം ആയിരക്കണക്കിന് ജീവൻ അപഹരിച്ചെടുത്ത വെടിക്കോപ്പുകൾ വരെ ആ കൂട്ടത്തിലുണ്ട്. ഇവയുടെ കാലപ്പഴക്കം കേട്ടാൽ സന്ദർശകർ പോലും അത്ഭുതപ്പെട്ടു പോകും. ആദ്യകാല സ്റ്റൗ, കേരളത്തിലെ ആദ്യത്തെ പത്രം, ലോകത്തിലെ ആദ്യത്തെ വീഡിയോ ക്യാമറ, അങ്ങനെ നീളുകയാണ് സന്തോഷിന്റെ ശേഖരത്തിലുള്ളവ. സാധാരണ എല്ലാവരും അങ്ങനെ കഴിയുമ്പോൾ ഒരു വിദ്യാഭ്യാസം കഴിയുന്ന സമയത്ത് അത് അങ്ങ് അന്യം നിന്ന് പോകും. പക്ഷെ നമ്മളത് വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ഇത് വന്നത് ആയുധങ്ങളായിരുന്നു. പഴയകാല ആയുധ ശേഖരത്തിലാണ് സന്തോഷിന് കൂടുതൽ താല്പര്യം. ഇന്റീരിയർ ഡിസൈനർ കൂടിയായ ഷീലാ സന്തോഷ് ശില്പനിർമ്മാണത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഇലന്തൂർ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി തയ്യാറാക്കിയ പ്രതിമയും സന്തോഷിന്റെ മികവ് വിളിച്ചോതുന്നു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും സംഗമിക്കുന്ന ശിലാപ്രതിമ ആദ്യമായി വിഭാവനം ചെയ്തതും സന്തോഷായിരുന്നു. പിന്നെ അതെല്ലാം ഉപരി ആയിട്ട് പിന്നെ എണ്ണച്ചോന, പിന്നെ ഗ്രന്ഥക്കെട്ടുകൾ, രാമായണം, മഹാഭാരതം, മരുന്നുകൾ അടങ്ങിയ ഗ്രന്ഥക്കെട്ടുകൾ എല്ലാം ഉണ്ട്. പുരാവസ്തു ശേഖരത്തിനൊപ്പം ജൈവ പച്ചക്കറി കൃഷിയിലും ഷീലാ സന്തോഷ് ഏറെ തൽപരനാണ്. ഇതിന്റെ ഭാഗമായി മട്ടുപ്പാവിനോട് ചേർന്ന് വിശാലമായ പച്ചക്കറിത്തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. ദിനംപ്രതി നിരവധി പേരാണ് ഷീലാ സന്തോഷിന്റെ വീട്ടിലെ മ്യൂസിയം കാണാൻ എത്തുന്നത്. യേശുദേവനെ ഒറ്റുകൊടുത്ത 30 വെള്ളിക്കാശ് മുതൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ടെലിവിഷൻ വരെ ഷീലാ സന്തോഷിന്റെ ഈ പ്രൈവറ്റ് മ്യൂസിയത്തിലുണ്ട്. നിരവധി വിദ്യാർത്ഥികളും ഗവേഷകരുമാണ് ഈ ചരിത്ര മ്യൂസിയത്തെ കാണാൻ ദിനംപ്രതി എത്തുന്നത്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.